ലോകത്തിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പം ഒരു കോമഡി പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. രണ്ടാളുകളാണ് ഇതിൻ്റെ ചക്രങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നെതന്യാഹു അഥവാ ജൂത ഭീകരൻ, രണ്ടാമത് ക്രൈസ്തവ ഭീകരനായിട്ടുള്ള ആ ഒരു ട്രംപും. ഇത് രണ്ടും നല്ല ആളുകളായ ക്രൈസ്തവരുണ്ട്, അതുപോലെ നല്ല ആളുകളായ ജൂതന്മാരുണ്ട്. ഈ രണ്ടാളുകളാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് കാണണം. ഇതിൽ എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇറാനിലെ ആക്ഷൻ കാത്തിരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ട്രംപിന് ഇസ്രായേലിൻ്റെ ആശ്വാസ വാക്കുകൾ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്കൊരു രസം തോന്നുന്നത്, അതിനു മുമ്പായിട്ട് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരം കഥകൾ പറയുന്ന ഇഷ്ടപ്പെടാത്തൊരു വിഭാഗമുണ്ട്, അവരുടെ അറ്റാക്കൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇറാൻ ഇസ്രായേൽ ബന്ധം അത്രമേൽ വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലുപരി ഈ അമേരിക്കയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് രണ്ടും പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതിക്കാണ് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പം അമേരിക്കയോട് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ട്രംപിനോട് പറഞ്ഞു, പെട്ടെന്നൊരു ആക്രമണം അഴിച്ചുവിടരുത്, കാരണം ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റാക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് പരിതസ്ഥിതിയിലാണ് എന്ന് പറയുമ്പം ആ ട്രംപ് പറയുന്നുണ്ട്, നിങ്ങളാണ് ഇത്ര നാൾ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്, ഇനി ഞങ്ങൾക്ക് ഈ ഒരു ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എടുത്തു വെക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളത് മുടക്കം ചെയ്യുന്നത് ശരിയായല്ല എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഇസ്രായേലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അമേരിക്ക ഒരു അടി അടിച്ചിട്ടുണ്ട്, 10 ജൂതരാഷ്ട്രത്തിന് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല അതങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പറയുന്നത്? അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം, ഇസ്രായേൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ഞങ്ങളില്ല, പക്ഷേ അത് നിങ്ങൾ കൂടി പറയണം. ആരാണ് പറയേണ്ടത്? ട്രംപ് കൂടി പറഞ്ഞാലേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ല, ഞങ്ങളെപ്പോഴും പ്രതിസന്ധിയിലാണ്, സമാധാനമില്ലാതെ ഓരോ രാവും കഴിച്ചു കൂട്ടുകയാണ്. ഇതൊക്കെ ഇവരുടെ ഈ വല്ലാത്തൊരു പ്രതിസന്ധി ആ അളവോളം നമ്മളൊന്ന് ആലോചിച്ചെടുക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഒരു അവസ്ഥയിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക എന്തേലും ചെയ്താൽ അത് കൃത്യമായി ഇസ്രായേലിൽ പതിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഇസ്രായേലിൻ്റെ ആ ഒരു അറ്റാക്കിനോടുകൂടെ തന്നെ അമേരിക്കയുടെ എവിടെയൊക്കെ പട്ടാള ക്യാമ്പുണ്ടോ അവിടെയെല്ലാം ഇവർ കൊണ്ടുപോയിടും. കാരണം അവർ പ്രഖ്യാപിച്ചത് ഇനി ഒരു അവസാനത്തെ യുദ്ധമെന്നാണ്. ഞങ്ങൾ പോകുന്ന എന്നാൽ നിങ്ങളെയും കൂടി കൂട്ടും, ആത്മാഭിമാനത്തോടുകൂടെ യുദ്ധം ചെയ്യും, അങ്ങനെ തന്നെ ഞങ്ങൾ മരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇറാൻ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പെടുന്നനെ കാര്യങ്ങളൊക്കെ മാറ്റിയത്. എന്തുകൊണ്ടാണ് മാറ്റിയത് എന്ന ചോദ്യത്തിന് ഇത്രേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്. അവിടെ തൂക്കിക്കൊല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ, അഥവാ നമ്മൾ പറയുന്നത് അംഗീകരിച്ചു, മൊസാദിൻ്റെ പലരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കൊല്ലപ്പെടാൻ പാടില്ലാത്തതുപോലും എനിക്ക് അത്യാവശ്യമുള്ളവരെ പോലും കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനമായി ഒരു 26-കാരൻ്റെ ഒരു തൂക്കിലേറ്റൽ കർമ്മം നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ അവസാന നിമിഷത്തിൽ ട്രംപ് ഇടപെട്ടുകൊണ്ട് ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്, ആ മനുഷ്യനെ തൂക്കിലേറ്റില്ല എന്ന് ആ ഭരണകൂടം, ഇറാൻ ഭരണകൂടം നമ്മളോട് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമ്മളിപ്പം ആയുധപരമായിട്ടുള്ള കലാപരിപാടികൾ തൽക്കാലം മാറ്റിവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു മുടന്തൻ ന്യായവുമാണ് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ രാജ്യമായിട്ടുണ്ടാവും. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നം വേറെ ലെവൽ പ്രശ്നമാണ്. എക്സ്ട്രീം ഹൈ ലെവലാണ് ഇവരുടെ പ്രശ്നം. അടിക്കണോ? അടിക്കണം, പക്ഷേ അടി കിട്ടുമ്പം തിരിച്ചെങ്ങനെ താങ്ങാൻ പറ്റും, എവിടെ അടി വീഴുക, അതിനൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒരു വ്യക്തത ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. അല്ല എങ്കിൽ ഇവരെപ്പോഴോ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി വെനീസ്വേലയുടെ മറ്റൊരു പതിപ്പാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഹാക്കാൻ ഫിദാൻ, തുർക്കി വിദേശകാര്യ മന്ത്രി കൂടി ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. ഹാക്കാൻ ഫിദാൻ എന്ന് പറയുന്നത് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയാണ്. ഇദ്ദേഹം കൂടി പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാറ്റോ എന്ന് പറയുന്ന ആ രാജ്യങ്ങളിലൊക്കെയും വലിയ അപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സംഭവം? അവിടെ ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഞങ്ങളതാക്കുമെന്ന് പറയലോടുകൂടി നാറ്റോ സഖ്യത്തിലുള്ള പലർക്കും ഒരു അസ്വാരസ്യത വന്നിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ഈ ഇസ്രായേലിനും അതേപോലെ അമേരിക്കയ്ക്കും മനസ്സിലായി. മാത്രമല്ല ഇവിടുത്തെ പ്രൊട്ടസ്റ്റ് അങ്ങനെ പരാജയപ്പെടുകയും ചെയ്തു പോയതിൻ്റെ പേരിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ നീക്കുമെന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അവസാനമായി ഒരു ട്വീറ്റ് എഴുതി കൊടുത്തു, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ഞങ്ങൾ ആയുധപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇറാനുമായി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തിൻ്റെ ഭാഗത്ത് നമ്മളൊക്കെ നിൽക്കണം. മാത്രമല്ല ഞങ്ങളുടെ അസറ്റുകൾ
ഞങ്ങളുടെ നമ്മുടെ ആയുധപ്പുരകൾ ബന്ധപ്പെട്ടതൊക്കെ നിങ്ങളുടെ അടുത്ത് ഒക്കെ ഉണ്ട്, ഞങ്ങൾ ആ ഒരു സംഗതികളും നിങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച് കളയരുത് എന്ന് ഇറാനോട് ട്രംപ് പറയുന്നതായിട്ട് അൽ ജസീറ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടി കണ്ടോക്കിയാൽ കാര്യം വൃത്തിയായിട്ട് മനസ്സിലാവും. ഇതൊരു ചതിയുടെ തുടക്കമോ അല്ലെങ്കിൽ ചതിയുടെ കോപ്പ് കൂട്ടുന്നതിൻ്റെ ഏറ്റവും ഹൈ എൻഡോ ആയിട്ട് കാണാൻ പറ്റും. ഇവരെ നമ്പാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്പാൻ പറ്റില്ല. കാരണം ഒരുപാട് പ്രവാചകന്മാരെ കൊന്നിട്ടുള്ളൊരു പാരമ്പര്യം ഈ ജൂതന്മാർക്കുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കൊരു കാര്യം, കുരിശ് യുദ്ധം നടത്തിയത് അവരാണ്. ആ ആളുകളെ ഇനി എങ്ങനെ നമ്പാൻ പറ്റും? ഇവിടെയുള്ള എല്ലാ വലിയ വലിയ ഒരു കൊലപാതകങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാവരും അത്തരം ആളുകളായിരുന്നു. ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി, എല്ലാത്തിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു കുഴപ്പം. അതുപോലെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ആശ്വസിപ്പിച്ച് ഇവർ പേടിച്ചിട്ട് പോയതാണെന്നല്ല ഇപ്പം ഉള്ളത്. ഇപ്പം അവസരം അനുചിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പിന്നാക്കം പോയതാണ്. ഇനിയും വരും. പക്ഷേ എന്താണെങ്കിലും ഈ തുർക്കി ഉൾപ്പെടെയല്ല, തുർക്കിയുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അവർ അപ്പുറത്ത് നിൽക്കും, ഇപ്പുറത്ത് നിൽക്കും. അവരുടെ കാര്യം ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെയുള്ളൊരു രാജ്യമാണ്. മുസ്ലിം രാജ്യമായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരെ നമ്പാൻ പറ്റൂല. ഒരു കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റൂല എന്ന രീതിക്കാണ് ഇവരുടെ നീക്കുപോക്കുകൾ. ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ അടിക്കും, 48 മണിക്കൂറിനുള്ളിൽ ആക്ഷൻ സ്വീകരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ അതേ ആളെന്നെ പറയുന്നു ഇറാൻ ഞങ്ങളോട് അയാളെ തൂക്കില്ല എന്ന് ഉറപ്പ് തന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ആയുധപരമായിട്ടുള്ള സമീപനങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ അടുത്തൊന്നും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കേൾക്കുന്ന ഏതൊരു ചെറിയ കോമൺ സെൻസ് ഉള്ള ആൾക്കും മനസ്സിലാക്കാം ഈ അടുത്തന്നെ ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2025 ജൂൺ മാസം 13-ാം തീയതി ഒരു പ്രകോപനമില്ലാതെ കൊണ്ടുവന്ന് ബോംബ് സ്ഫോടനം നടത്തി പോയ ആളുകളാണ് ഇവർ. എന്താണ് അതിൻ്റെ പിറ്റേ നടക്കേണ്ടത്? അമേരിക്കയായിട്ടുള്ള ചർച്ചയാണ്. എന്തിൻ്റെ ചർച്ച? ആണവായുധ നിർവീര്യം അത് നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളുണ്ടാക്കി തിരിച്ചു പോയതാണ്. ആ ഒരു അനുഭവം ഇറാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി എത്ര ആഴ്ചകൾ പോകുമെന്നുള്ളത് ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. സമീപകാല സംഭവങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടുവരികയാണ്. തുർക്കിയും ഇറാനും തമ്മിൽ അടുത്ത വാണിജ്യ സാമൂഹിക ബന്ധങ്ങളുണ്ട്. അതിനാൽ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെയും കൂടി ആശങ്കപ്പെടുത്തുന്നു എന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിട്ടത്. എന്താണെങ്കിലും കുഴഞ്ഞും മറിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇറാൻ എന്ന് പറയുന്നത് വെനിസ്വേല അല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഗ്രീൻലാൻഡ് ഇനി ഈ ഒരു തക്കം പാർത്തിയും ആ ഒരു ദേഷ്യവും ഗ്രീൻലാൻഡിൽ തീർക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. കാരണം ഇവിടെ ലഭ്യരായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഇനി ഗ്രീൻലാൻഡ് പിടിച്ചിട്ട് ചർച്ച ഒന്ന് മാറ്റാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു ശ്രമം ഈ ട്രംപിൻ്റെ ഭാഗത്ത് നടത്താനും സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഈ ട്രംപ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നത് ഉറപ്പാണ്. അമേരിക്കയുടെ ആ യശസ്സിന് ഈ സംഭവങ്ങളൊന്നും അത്ര കണ്ട് യോജിച്ചതല്ല എന്നുള്ളത് വെള്ളക്കാരായ എല്ലാ ആളുകൾക്കും അഭിപ്രായമുണ്ട്. എങ്കിലും ട്രംപിന് ഒതുങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇവിടെ ചാരമായി പോകും. അത്ര നല്ലൊരു കൈക്കുഞ്ഞിനെ ഇത്ര കൊണ്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ആരാൻ്റെ അടികിട്ടി മരിച്ചുവോ എന്ന് പറയുന്നത് ആരും അംഗീകരിക്കില്ലല്ലോ. ആ ലെവലിലായതുകൊണ്ട് ട്രംപും ഇപ്പം ചെറിയ ലെവലിൽ പിന്നാക്കം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ.